എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ടോപ്പിക്സ് നോക്കി. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടും ആ ഒരു സ്കോർ നമുക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലാസ് 1 ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും മാക്സിമം ആ ഒരു ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ആ രീതിയിലുള്ള ഒരു 0 ലെവൽ ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തൊരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം മനസ്സിലാക്കിക്കൊണ്ട് അത് വരയ്ക്കാനുള്ള ടെക്നിക്സൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയും അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് മാക്സിമം സ്കോർ വാങ്ങിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് ഈ ഒരു ക്ലാസ് മാത്രം കണ്ടാൽ പോരാ. അതിന് നമ്മൾ തിരിയും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒരു ബേസിക് ലെവൽ ക്ലാസ്സാണ്. അതായത് ഡിപ്ലോമ തിയറി എക്സാമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കി ഓർത്ത് വെക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലാസ് കണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ വളരെ ആഴത്തിലുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ആഴത്തിലുള്ള നോളജ് നമ്മൾ ഡിപ്ലോമ ലെവലിൽ നമ്മൾ എഴുതി ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കാനുള്ളൊരു ഐഡിയയും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, നമ്മളിന്ന് ക്ലാസ്സിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസിലും നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ആ ഡയഗ്രത്തിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഓരോ പോയിൻറ്റ്സിലെ കാര്യങ്ങളും ടെമ്പറേച്ചർ റേഞ്ചസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ഓരോ ഫോമുകളുണ്ടായിരിക്കും, സോളിഡ് സൊല്യൂഷൻ്റെ ഫോമുകളുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു ഡയഗ്രാം എങ്ങനെ വരയ്ക്കുക എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറയുമ്പോൾ, ഓക്കെ, ഈ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയൺ ഇല്ലേ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അയൺ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റീൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അയൺ പോലെ തന്നെ സ്റ്റീൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ കാസ്റ്റ് അയണും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീലായാലും കാസ്റ്റ് അയൺ ആയാലൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ അയണിൻ്റെയും കാർബണിൻ്റെയും അലോയ്സാണ് നമ്മുടെ സ്റ്റീലും അതുപോലെ തന്നെ കാസ്റ്റ് അയണും. ഓക്കെ, അതായത് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഒരു അയൺ കാർബൺ അലോയ് ആണ്. അതുപോലെ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു അയൺ കാർബൺ അലോയ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെയും കാസ്റ്റ് അയണിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ബേസിക് അതിലുണ്ടാവുന്ന സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറയുമ്പോൾ അയൺ കാർബൺ അലോയ്സ് ആയിട്ടുള്ള സ്റ്റീലിനെ കുറിച്ചും അതുപോലെ കാസ്റ്റ് അയണിനെ കുറിച്ചായിരിക്കും നമുക്കിതിൽ പഠിക്കാനുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതുപോലെ വരയ്ക്കാം. അതായത് ഉയരം കൂടുതലും എന്നാൽ അത്രത്തോളം ഉയരത്തിൻ്റെ അതേ അളവിൽ അതിൻ്റെ വിഡ്ത്ത് ആവശ്യമില്ല, കുറച്ച് കുറവ് മതി. അപ്പോൾ വെർട്ടിക്കലായിട്ട് ഹൈറ്റ് കൂടുതലും ഹൊറിസോണ്ടലായിട്ട് കുറച്ച് വീതി കുറഞ്ഞുള്ള ഈ ഒരു രൂപത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ
നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കേണ്ടത് അതുപോലെ വൈ ആക്സിസിൽ കാണിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നമ്മൾ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ വൈ ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചർ റേഞ്ചസ് ആണ് കാണിക്കുക. ഓക്കെ, ടെമ്പറേച്ചർ റേഞ്ചസ് ഇൻ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പേഴ്സൻറ്റേജ് ഓഫ് കാർബണും അതുപോലെ എക്സ് ആക്സിസിൽ പേഴ്സൻറ്റേജ് ഓഫ് കാർബണും വൈ ആക്സിസിൽ ടെമ്പറേച്ചർ റേഞ്ചുമാണ് നമ്മൾ കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് നോക്കുക, അതായത് അല്ലേ ഈ ഒരു ഒറിജിൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഈ ഒരു ഒറിജിൻ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും 0% ആണ് അല്ലേ. അപ്പോൾ 0% എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം? 0% കാർബണാണ് അല്ലേ. 0% കാർബണാണ് ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 0% കാർബണാണ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായിരിക്കുന്നു, 0% കാർബണാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു അയൺ കാർബൺ അല്ലേ, നമുക്കറിയാം സ്റ്റീലും കാസ്റ്റം എന്ന് പറയുന്നത് അയണിൻ്റെയും കാർബണിൻ്റെയും അലോയാണ് അല്ലേ. അയണിൻ്റെയും കാർബണിൻ്റെയും അലോയാണ്. അപ്പോൾ ആ കാർബണിൻ്റെ പേഴ്സൻറ്റേജാണ് നമ്മൾ ഈ ഒരു എക്സ് ആക്സിൽ കാണിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് 0 ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നവർ എന്തായിരിക്കും? കാർബണിൻ്റെ അളവ് കൂടിക്കൂടി വരുന്ന കണ്ടീഷനാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒറിജിൻ പോയിൻ്റ് എന്ന് പറയുന്നത് 100% അയൺ അവിടെ ഉണ്ട്, അയൺ ഓൾറെഡി ഉണ്ട്. ആ അയണിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കാർബൺ ആഡ് ചെയ്യണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് 100% അയൺ ഓൾറെഡി ഉണ്ട്, അതായത് അയൺ ഉണ്ട്. ആ അയണിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എക്സ് ആക്സിസിൽ പേഴ്സൻറ്റേജ് ഓഫ് കാർബണും വൈ ആക്സിസിൽ ടെമ്പറേച്ചർ റേഞ്ചസും കാണിക്കും. അപ്പോൾ നമ്മുടെ ഒറിജിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് 0% കാർബണാണ്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും എന്തായിരിക്കും? നമ്മൾ കാർബൺ അതിൽ ചേർത്ത് കൊണ്ടേയിരിക്കുകയാണ്, അയണിനകത്തേക്ക് കാർബൺ ആഡ് ചെയ്യുകയാണ്. അതേപോലെ ശരിക്കും ഈ ഒരു പോയിൻ്റ് എന്താണ്? അവിടെ അയണിൻ്റെ ശതമാനം എത്രയാണ്? അല്ല, അയണിൻ്റെ അളവെന്ന് പറയുന്നത് 100% അയൺ ഉണ്ട്. ഓക്കെ, അത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കത് ഓർത്തെടുത്ത് വരയ്ക്കാൻ കഴിയണം. അപ്പോൾ നമ്മളിവിടെ 4 അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ആദ്യം 2 പോയിൻ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു വൈ ആക്സിസിൽ ജസ്റ്റ് ഇവിടെയും ഓക്കെ, നമ്മുടെ ഈ ഒരു ആക്സിസിൽ ജസ്റ്റ് 2 പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്യുക. ഏകദേശം ഈ ഒരു പ്രൊപ്പോർഷനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഏകദേശം കുറച്ച് മേലേക്ക് മാറി 2 പോയിൻ്റ് മാർക്ക് ചെയ്തു. ശേഷം കുറച്ചും കൂടി മേലേക്ക് മാറി അടുത്ത 2 പോയിൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ശേഷം കുറച്ചും കൂടി മേലേക്ക് മാറി അടുത്തൊരു 3 പോയിൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മൾ ഏകദേശം 1 2 3 4 4 3 7 പോയിൻറ്റ്സ് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓരോ പോയിൻറ്റ്സിലും അടയാളപ്പെടുത്താനുള്ള ടെമ്പറേച്ചർ ലിമിറ്റുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന ഫസ്റ്റ് പോയിൻ്റ് അല്ലേ, താഴ്ന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ റേഞ്ച് ഓർത്ത് വെക്കുക. അത് 727 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 727 ആണ് ഫസ്റ്റ് പോയിൻ്റ് വരുന്നത്. രണ്ടാമത്തെ വരുന്നത് 7 തന്നെയാണ് സ്റ്റാർട്ടിങ് 768. ഓക്കെ, 768 ഡിഗ്രി സെൽഷ്യസ് ആണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് വരുന്നത് 910 ഡിഗ്രി സെൽഷ്യസ്. 910 ഡിഗ്രി സെൽഷ്യസ് ആണ്. നാലാമത്തെ വരുന്നത് 1147. ഓക്കെ, 1147 1147 ആണ്. ഇനി ലാസ്റ്റ് വരുന്ന 3 പോയിൻറ്റ്സ്, ഒന്ന് 1400 ആണ്. ഓക്കെ, രണ്ടാമത്തത് 1492, 1492. ഏറ്റവും അവസാനത്തെ പോയിൻ്റ് 1539.
അപ്പോൾ 7 ടെമ്പറേച്ചർ ലിമിറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഫസ്റ്റ് 727, പിന്നെ വീണ്ടും 768, പിന്നെ 910. ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഓർത്ത് വെക്കുക. 910 എന്നുള്ളതാണെങ്കിൽ 916 എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. 910 എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെ 1147 നമുക്കറിയാവുന്നൊരു നമ്പറാണ് 1947 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, 1900ക്ക് പകരം എന്ത് ചെയ്യുക, 1100 എന്നാൽ ജസ്റ്റ് അങ്ങനെ ആ രീതിയിലൊക്കെ ഓർത്ത് വെക്കുക. 1147 1147. പിന്നെ 1400 ഏതെങ്കിലും രീതിയിൽ ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 1492, 1539, അങ്ങനെ 7 ടെമ്പറേച്ചർ ലിമിറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി അതേപോലെ നമുക്ക് പേഴ്സൻറ്റേജ് ഓഫ് കാർബണിൻ്റെ കുറച്ച് പോയിൻറ്റ്സും ഓർത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം നമ്മളിപ്പോൾ ഒരു എക്സാക്സിൽ ഈ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സെൻറ്ററിനോട് അടുപ്പിച്ചിട്ട് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഒരു പോയിൻ്റായി. പിന്നെ ഈ പോയിൻ്റ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തുള്ള പോയിൻറ്റിൻ്റെയും നമ്മുടെ ഈ ഒറിജിൻ പോയിൻറ്റിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. പിന്നെ ഈ പോയിൻറ്റിൻ്റെയും ഈ ലാസ്റ്റ് പോയിൻറ്റിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. നമ്മൾ ഇവിടെ മൊത്തം 3 പോയിൻ്റ് മാർക്ക് ചെയ്തു. അതേപോലെ ഏറ്റവും ഫസ്റ്റിലായിട്ട് തൊട്ടടുത്തായിട്ട് ഒരു പോയിൻറ്റും മാർക്ക് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ് ആക്സിസിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇനിയും വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ പേഴ്സൻറ്റേജ് ഓഫ് കാർബണാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മുടെ ഈ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അല്ലേ. നമ്മളിവിടെ ഈ ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട് അല്ല, എക്സ് ആക്സിസിൻ്റെ ഇവിടെ എൻഡ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മാക്സിമം പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 6.67%. ഓക്കെ, 6.67% ആണ് നമ്മുടെ ഈ ഒരു ലൈനിൽ നിൽക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 6.67% ആണ് ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും കാർബണിൻ്റെ അളവ് കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എന്തായിരിക്കും, നമ്മൾ മാക്സിമം പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ എന്നാണ് നമുക്ക് 100% കാർബൺ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ലാസ്റ്റ് നമുക്ക് വേണം എന്ത് ചെയ്യാൻ വേണം, മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാം. 100% കാർബൺ ഉണ്ട് വിചാരിക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക പേരുണ്ട്. അതിൻ്റെ പേരാണ് 100% കാർബൺ അയണിനകത്തുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫൈറ്റ്. ഓർത്ത് വെക്കുക, ഗ്രാഫൈറ്റ്. GRAPHITE, ഗ്രാഫൈറ്റ്. ഓക്കെ, അയൺ കാർബൺ അലോയ്ക്കകത്ത് 100% കാർബൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സോളിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ പേരാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ 6.67 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അയൺ കാർബൺ അലോയ്ക്കകത്ത് നമ്മൾ 6.67% കാർബൺ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ പേരാണ് സിമൻറ്റേറ്റ്. ഇത് പ്രധാനപ്പെട്ട ഇത് ഓർത്ത് വെക്കണം, നമുക്ക് ആവശ്യമുള്ളതാണ്. ഗ്രാഫ് ഈ ഒരു ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇതിൻ്റെ പേര് സിമൻറ്റൈറ്റ്, TITE. ഓക്കെ, അയൺ കാർബൺ അലോയ്ക്കകത്ത് 6.67% കാർബൺ ആണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ പേരാണ് സിമൻറ്റൈറ്റ്. നമ്മളതിനെ കെമിക്കൽ ഫോർമുല പോലെ എഴുതുമ്പോൾ Fe3C എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ സിമൻറ്റൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എക്സ് ആക്സിസിൽ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ കാണിക്കണം, വൈ ആക്സിസിൽ ടെമ്പറേച്ചർ കാണിക്കണം. അതുപോലെ ടെമ്പറേച്ചർ ലിമിറ്റ്സ് നമ്മളൊരു 7 പോയിൻറ്റ്സ് പറഞ്ഞു. പിന്നെ നമ്മുടെ എക്സ് ആക്സിസിൽ മാക്സിമം പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ നമ്മളിവിടെ കാണിക്കുന്നത് നമ്മുടെ അയൺ കാർബൺ ഡയഗ്രത്തിൽ 6.67% കാർബണാണ് കാണിക്കുക. അപ്പോൾ അയൺ കാർബൺ അലോയിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് 6.67% ആണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ പേരാണ് സിമൻറ്റൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അയൺ കാർബൺ അലോയിൽ 100% ഓഫ് കാർബൺ ഉണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേയായിട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ 1 പോയിൻറ്റ്, 2 പോയിൻറ്റ്, 3 പോയിൻറ്റ്, 4 പോയിൻറ്റ് അല്ല 5 പോയിൻറ്റ് മാർക്ക് ചെയ്തു. 5ാമത്തെ പോയിൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, 6.61% ആണ്. അപ്പോൾ ഇനി ഇടയ്ക്കുള്ള ആ ഒരു
4 പോയിൻറ്റ്സിലെ വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ എഴുതാം. ഏറ്റവും മിഡിലിൽ വരുന്ന, ഏകദേശം മിഡിലായിട്ട് വരുന്ന ആ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2.1% ആണ് അവിടുത്തെ കാർബൺ പെർസെൻറ്റേജ്. ഓക്കെ, 2.1 ആണ്. അതേപോലെ അടുത്ത പോയിൻ്റ് വരുന്നത് 4.3% ആണ്. 4.3% ആണ്. അതേപോലെ ഇതിന് മുന്നേ വരുന്ന പോയിൻ്റ് 0.8% ആണ്. 0.8% ആണ്. ഇനി ഫസ്റ്റ് വരുന്ന തൊട്ടടുത്തുള്ളൊരു പോയിൻ്റ് ഉണ്ട്, അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ 0.8 എഴുതി, 0.008 ആണ് 8% കാർബണാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഫോണിൽ വരയ്ക്കുന്ന കാരണം ശരിക്കും താഴെ എന്തൊക്കെ മാർക്ക് ചെയ്യേണ്ടത് സൗകര്യക്കുറവ് കാരണമാണ് ഇതുപോലെ ഇതൊക്കെ മേലെയും അതുപോലെ ഇതൊക്കെ ഇത്ര അടുപ്പിച്ചൊക്കെ എഴുതിയുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ വളരെ നീറ്റായിട്ട് വേണം വരയ്ക്കാനും അതുപോലെ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ 0.008ഉം 0.8ഉം 2.1ഉം 4.3ഉം 6.61% നമുക്ക് ഇത്രയും പെർസെൻറ്റേജ് റേഞ്ചസാണ് നമുക്ക് അയൺ കാർബൺ ഡയഗ്രാം പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ടെമ്പറേച്ചർ ലിമിറ്റ്സ് പറഞ്ഞു, ഒരു 7 പോയിൻറ്റ്, അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളൊരു 5 പോയിൻറ്റ് നമ്മുടെ അയൺ കാർബണിനകത്തുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓർത്ത് വെക്കുക. 0.008 ആണ്, പിന്നെ 0.8, പിന്നെ 2.1, 4.3, 6.67. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം. ഒരു അതായത് 2, 4, 6 അല്ലേ, ആ രീതിയിൽ ഓർത്ത് വെക്കാം. 2, 4, 6, അതായത് 2.1, 4.3, 6.67. പിന്നെ ഇത് രണ്ടും ഇങ്ങനെ ഓർത്ത് വെക്കുക. 0.008ഉം 0.8ഉം എന്ത് ചെയ്യുക, പരസ്പരം പരസ്പരം ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് ആ വാല്യൂസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ ബന്ധം മനസ്സിലാക്കിയിട്ടൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഡയറത്തിനകത്തേക്ക് ഇനി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യം ആദ്യം ഇതേപോലെ ഡയഗ്രത്തിൽ എക്സ് ആക്സിസ് മാർക്ക് ചെയ്തു, വൈ ആക്സിസ് മാർക്ക് ചെയ്തു, ടെമ്പറേച്ചറും പെർസെൻറ്റേജ് ഓഫ് കാർബണാണ്. ഈ പോയിൻ്റ് നമ്മൾ പറഞ്ഞു അത് പ്യുവർ അയൺ ആണ് അല്ലേ. ഈ പോയിൻ്റ് പറഞ്ഞാൽ അവിടെ പ്യുവർ അയൺ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാർബൺ കൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അയൺ കാർബൺ അലോയ്ക്കകത്ത് 100% കാർബൺ ആണെങ്കിൽ അതിൻ്റെ പേരാണ് ഗ്രാഫൈറ്റ് അഥവാ പ്യുവർ ഗ്രാഫൈറ്റ്. നമ്മൾ സിമെൻറ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. 6.61% ആണെങ്കിൽ നമ്മൾ അയൺ കാർബൺ കോമ്പൗണ്ടിന് വിളിക്കുക Fe3C അഥവാ സിമെൻറ്റൈറ്റ് ആണ്. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ലിമിറ്റ്സാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 727, 768, 910, 1147, 1400, 1492, 1539. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു 7 ടെമ്പറേച്ചർ റേഞ്ചസ് നമ്മൾ പറഞ്ഞു. സിമെൻറ്റൈറ്റ് പറഞ്ഞു, പ്യുവർ ഗ്രാഫൈറ്റ് പറഞ്ഞു. അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ, ഫിഗറിൽ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതായത് ഒരു ലൈൻ വരയ്ക്കേണ്ടത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 727°C ആ ഒരു പോയിൻറ്റിലാണ് ഒരു ലൈൻ വരയ്ക്കേണ്ടത്. ഇതിൽ കാണുന്ന പോലെ ഡോട്ടഡ് ലൈൻസ് വരച്ചാൽ നന്നായിരിക്കും. ഇതിൽ കാണുന്ന പോലെ ഒരു 768 അവിടെ വരയ്ക്കണം നിർബന്ധമില്ല. പകരം 768ഉം 910ഉം കഴിഞ്ഞ് അടുത്ത 1147 ഇതേപോലെ ഡോട്ടഡ് ലൈൻസോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ലൈനോ വരയ്ക്കാം. പിന്നെ ശേഷം 1492 ഇവിടെ കാണുന്ന പോലെ ഒരു ലൈൻ വരയ്ക്കുക. ഒന്നിൽ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക അല്ലെങ്കിൽ തിന്നായിട്ട് ലൈൻ വരച്ചാലും മതി. അപ്പോൾ നമുക്കൊരു 3 ലൈൻസാണ് വരയ്ക്കേണ്ടത്. ഒന്ന് 727ലും, ഒന്ന് 768ഉം 910ഉം കഴിഞ്ഞ് 1147ലും, ഒന്ന് 1400 കഴിഞ്ഞ് 1492 നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻസ് വരയ്ക്കലാണ്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഓർത്ത് വെച്ച് എങ്ങനെ വരയ്ക്കാൻ പഠിക്കാം, അത് വരച്ചത് എങ്ങനെ ഓർത്ത് വെക്കാനുള്ള രീതിയാണ് പറയുന്നത്. സോ ഒരു ബേസ് 0 ലെവൽ
ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടായിരിക്കുക. നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടേംസോ വേർഡ്സോ അതിൽ യൂസ് ചെയ്യില്ല. അതിൽ ടെക്നിക്കൽ വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ സിമെൻറ്റേറ്റ് പറഞ്ഞ പോലെ അല്ലേ. സിമെൻറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അയൺ കാർബണിനകത്ത് 6.61% കാർബൺ ആണെങ്കിൽ അതിൻ്റെ പേര് സിമെൻറ്റേറ്റ്. ഇനി അയൺ കാർബണിനകത്ത് 100% കാർബൺ ആണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? അത് ഗ്രാഫൈറ്റ്. അങ്ങനെ പറയുമ്പോൾ ടെക്നിക്കൽ ടേംസാണ്, പക്ഷേ നമുക്കത് മനസ്സിലാക്കിയിട്ട് എഴുതി വെക്കാൻ പറ്റും. അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിവിടെ 3 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ലൈന് വരയ്ക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ ഈ ലൈനും നമുക്ക് ആവശ്യം വരയ്ക്കുക. ആ 3 ലൈൻസ് വരയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ താഴെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ആദ്യം നമ്മൾ എക്സസൈസിൽ ചെയ്ത പോയിൻ്റ് പറഞ്ഞാൽ 0.008% ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. 0.008% നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 727 ഈ ലൈന് വരച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ലൈനിൽ എന്ത് ചെയ്യാം, ഏകദേശം കുറച്ച് ഇവിടെ കാണുമ്പോൾ കുറച്ച് മാറി 0.025 എന്ന പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ ഇവിടെ 0.8ഉം 2.1ഉം 4.3 കൂടെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 0.8ന് നേരെ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ 0.8 നേരെ ആയിട്ട് നമുക്ക് ഈ ഒരു മേലേക്കുള്ള ലൈനിൽ ഓക്കെ നമ്മൾ മേലെ വരച്ച 727 എന്ന് പറയുന്ന ലൈനിൽ നമ്മളൊരു പോയിൻ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ 2 പോയിൻ്റ് മാർക്ക് ചെയ്തു. 727 എന്ന് പറഞ്ഞ ലൈനിൽ ഒന്ന് 0.025ഉം ഒന്ന് 0.8ഉം ആണ്. ഓക്കെ, അതായത് നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്, ഇവിടെ നമ്മൾ ഓൾറെഡി 0.008 മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ 0.8 മാർക്ക് ചെയ്തിട്ടുണ്ട്, 2.1 മാർക്ക് ചെയ്തിട്ടുണ്ട്, 4.3 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ 727 എന്ത് ചെയ്യുക, ഒരു 0.025 മാർക്ക് ചെയ്യുക. നമ്മുടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള ഈ 0.8 ലൈൻ എന്ത് ചെയ്യുക, ജസ്റ്റ് മേലെ ഒന്നുകൂടി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യം ചെയ്യണം. ശേഷം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇല്ലേ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് എത്രയാണ്, അത് നമ്മൾ പറഞ്ഞു പോയിൻ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതാണ് 0.008 ആണ്. ആ 0.008 നിന്നും നമ്മൾ ഈ 0.025 ഒരു കർവ് പോലത്തെ ലൈൻ വരയ്ക്കാം. ഓക്കെ, 0.008 നിന്നും 0.025 കർവ് പോലത്തെ ലൈൻ വരയ്ക്കാം. ശേഷം ഇവിടുന്ന് 910 ആ ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കാം. ഓക്കെ, 910 ആ ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കാം. ശേഷം 910 നിന്നും ഈ 0.8 ഉള്ള പോയിൻറ്റിലേക്ക് ഈ ലൈൻ അങ്ങ് കർവ് പോലെ നീട്ടി വരയ്ക്കാം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 0.008 നിന്നും 0.025 0.025 നിന്നും 910 910 നിന്നും 0.8 ലൈൻസ് നീട്ടി വരയ്ക്കുക. ലൈൻസ് അല്ല, കർവ് പോലത്തെ ലൈൻസാണ്. ശേഷം ചെയ്യേണ്ട കാര്യം നമ്മളിവിടെ ഓൾറെഡി ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, ഓർമ്മ ഉണ്ടായിരിക്കും. അത് 2.1 ആണ് അല്ലേ, 2.1 ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ 2.1 നേരെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ 1147 ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ജസ്റ്റ് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിർത്തിയുള്ള 0.8 നിന്നും എന്ത് ചെയ്യണം, ആ 2.1 ഇതുപോലത്തെ ഒരു കർവ് പോലത്തെ ലൈൻ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. 0.008 നിന്നും 0.25 പോയി, പിന്നെ 910 പോയി, പിന്നെ 0.8 വന്നു, പിന്നെ 2.1 പോയി. ഓക്കെ, അത്രയും ആ ഒരു ചിത്രം വരയ്ക്കുന്ന ലാഘവത്തോടു കൂടി നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ വാല്യൂസ് ആയിരിക്കും ഓർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. ഒരു 2 തവണ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം 2 തവണ നിങ്ങൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏറ്റവും മേലെ 1492 ഒരു ലൈന് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ എന്ത് ചെയ്യണം, നമുക്ക് 3 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 3 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് വരുന്നത് 0.1ഉം രണ്ടാമത്തെ വരുന്നത് 0.18ഉം മൂന്നാമത്തെ പോയിൻ്റ് 0.55ഉം ആണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഇപ്പോൾ ഇത് ഈ പോയിൻ്റ് നോക്ക്, ഇത് 0.8 ആണ് അല്ലേ. അപ്പോൾ 0.8നേക്കാളും കുറവാണ് ശരിക്കും 0.55 എന്ന് പറഞ്ഞാൽ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ 0.8 നിന്നും കുറച്ച് ഇങ്ങോട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, 0.55 മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ നോക്കുക, നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞാൽ 0.10 ആണ്. 0.10 എന്താണ്, 0.025നേക്കാളും കൂടുതലായിരിക്കണം. അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ എന്താണ്,
ഈ പോയിൻറ്റ് 025നും 0.8നും ഇടയ്ക്കായിരിക്കണം നമ്മൾ മേലെ മാർക്ക് ചെയ്യുന്ന ഈ 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രൊപ്പോർഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മേലത്തെ 1492 എന്ന് പറയുന്ന ലൈനിൽ 3 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ 3 പോയിൻറ്റ്സിന് മാർക്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്, 0.025നും 0.8നും ഇടയ്ക്കാണ് ഈ 3 വാല്യൂസും വരുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ലോജിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 0.1ഉം 0.18ഉം 0.55ഉം ഉള്ള പോയിൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഓർത്ത് വെക്കുക. ഇങ്ങനെ പോയിൻറ്റ് വെച്ച് ഓർക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ചെയ്യുക, 0.10 ഉള്ളത് 10, 18, 55 എന്ന് ഓർത്ത് വെക്കാം അല്ല, പിന്നെ പോയിൻ്റ് ഇട്ടാൽ മതി അല്ലേ. 0.10, 0.18, 0.55, 10, 18, 55 എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് കീവേഡ് ഉണ്ടാക്കിയിട്ട് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ 3 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. എവിടെ മാർക്ക് ചെയ്യേണ്ടത്, 1492 എന്ന് പറയുന്ന ലൈനിലാണ് 3 പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഇവിടെ അല്ല എത്തി നിർത്തിയത് എങ്ങനെയാണ്, ഇത്രയും നമ്മൾ വരച്ച് നിർത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം, ഈ 2 എന്ത് ചെയ്യുക, 2 അല്ലേ ഇങ്ങനെ ഓർത്ത് പോയി. 2 എന്ന് പറഞ്ഞാൽ 2.1 ആണ്, ശരിക്കും 2.1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2.1 എന്ത് ചെയ്യാം അല്ലേ, 2 അല്ലേ. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 3 പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 ഇല്ല 3 പോയിൻറ്റ് മാർക്ക് ചെയ്തു. അതിൽ രണ്ടാമത്തെ പോയിൻ്റ് ഏതാണ്, 2 എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്, രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞാൽ 0.18 ആണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക, 2 ആണ്. 2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, 2th പോയിൻ്റ് അല്ലേ, രണ്ടാമത്തെ പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ് ഇതാണ് സെക്കൻഡ് പോയിൻ്റ്. അപ്പോൾ 2ന്ന് സെക്കൻഡ് പോയിൻറ്റിലേക്ക് ഇതേപോലെ ലൈൻ നീട്ടി വരയ്ക്കാം. ഒരു കർവ് ഷേപ്പിൽ ലൈൻ വരച്ചാൽ നന്നായിരിക്കും. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ഞാൻ പറഞ്ഞത് 2ന്ന് 2ലേക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പഠിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആ ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കുക. 2 ഉദ്ദേശിക്കുന്നത് 2.1 ആണ് ശരിക്കും വാല്യൂ അല്ലേ. അപ്പോൾ 2.1 എന്ന് 2 ഉള്ള രീതിയിൽ എന്ത് ചെയ്യാം, രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് കാരണം നമ്മൾ എക്സാം ടൈമിലൊക്കെ വരയ്ക്കാൻ നമുക്ക് ഇതിലേക്ക് വരയ്ക്കണോ കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യാം, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യുക, നമുക്ക് 2 വെച്ച് എന്ത് ചെയ്യാം, 2 ആണല്ലോ, അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റിൽ ഇതിൽ ഓർത്ത് വെക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യമല്ല, നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ 2ന്ന് രണ്ടാമത്തെ പോയിൻ്റ് പറയുമ്പോൾ 0.18 ആണ്, അതിലേക്ക് നമ്മൾ പോയിൻ്റ് നീട്ടി വരച്ചു. ശേഷം ചെയ്യേണ്ട കാര്യം, 0.18 നമ്മൾ നേരെ പോകേണ്ടത് 1400ലേക്കാണ്. ഓക്കെ, 0.18 നമ്മൾ നേരത്തെ പോകേണ്ടത് 1400ലേക്കും 1400 നമ്മൾ പിന്നെ പോകേണ്ടത് ഫസ്റ്റ് പോയിൻറ്റിലേക്കുമാണ്. ആ ഫസ്റ്റ് പോയിൻറ്റിൽ പിന്നെ പോകേണ്ടത് നമ്മൾ 1539ലേക്കാണ്. ഓക്കെ, 1539ലേക്കാണ്. ആ 1539 നമ്മൾ പിന്നെ പോകേണ്ടത് ഈ മൂന്നാമത്തെ പോയിൻറ്റിലേക്കും. കഴിഞ്ഞിട്ടില്ല, മൂന്നാമത്തെ പോയിൻറ്റ് നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത്, നമ്മൾ നേരത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ 2.8 ഇതൊക്കെ മാർക്ക് ചെയ്തു. ഇവിടെ സെൻറ്റർ ലാസ്റ്റായിട്ട് ഇവിടെ ഒരു 4.3 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4.3 എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. എങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ 1147ൻ്റെ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ലൈൻസും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കറക്റ്റ് എവിടെയാണോ വരുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് നമ്മൾ 4.3ൻ്റെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം ചെയ്യേണ്ടത് എന്താണ്, 0.55 നമ്മൾ നേരെ പോകേണ്ടത് ഇവിടേക്കും 4.3ലേക്കാണ്. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്തത്, 2.1ൽ നിന്ന് നമ്മൾ നേരെ സെക്കൻഡ് പോയിൻറ്റിലേക്ക് പോയി, പിന്നെ 1400ലേക്ക് പോയി, പിന്നെ ഫസ്റ്റ് പോയിൻറ്റിലേക്ക് പോയി, പിന്നെ 1539ലേക്ക് പോയി, പിന്നെ 1539 തേർഡ് പോയിൻറ്റിലേക്ക് പോയി, തേർഡ് പോയിൻറ്റിൽ നിന്ന് 4.3ലേക്ക് പോയി. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് എന്ത് ചെയ്യണം, ഈ ലൈൻ ജസ്റ്റ് ഒന്നിങ്ങനെ നീട്ടി വരയ്ക്കുക. അതായത് FE3C അഥവാ നമ്മുടെ സിമൻറ്റേറ്റിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ ആ ഒരു ഡയഗ്രത്തിൻ്റെ അകത്ത് വരയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം കർവ് ഷേപ്പുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ ഫൈനലി കാണുന്നുണ്ടായിരിക്കും ചെയ്ത കാര്യങ്ങൾ. 0.008 നിന്ന് 0.025, 910, 0.8, 2.1, സെക്കൻഡ് പോയിൻറ്റ് 0.18, 1400, ഫസ്റ്റ് പോയിൻ്റ് അതായത് 0.10, 1539, തേർഡ് പോയിൻറ്റ് 4.3, ഇങ്ങനെ ഇത്രയും നമുക്ക് വരയ്ക്കാൻ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു അയൺ കാർബൺ ഡയഗ്രത്തിൻ്റെ 75% നമുക്ക് ഫിനിഷായെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ലോജിക്കലി ഓർത്ത് വെക്കുക. ഒന്നാമത് ഓർക്കേണ്ട കാര്യങ്ങൾ ടെമ്പറേച്ചർ ലിമിറ്റ്സും കാർബൺ പെർസെൻറ്റേജിൻ്റെ അളവുകളാണ്. അത്രയും ഓർക്കാൻ പറ്റിയാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം, നമുക്ക്
ഇവിടെ ഒരു റീജിയൻ കാണുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ വരച്ചതിന് ശേഷം എന്താ ഇതിനകത്ത് റീജിയൻ കണ്ടോ, ഇത്രയും വരുന്ന ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റീജിയനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു അയണിൻ്റെയും കാർബണിൻ്റെയും സോൾട്ട് സൊല്യൂഷൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫ അയൺ അഥവാ ആൽഫ ഫെറൈറ്റ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഇതൊക്കെ നമ്മൾ ഡയറക്ഷനകത്ത് മാർക്ക് ചെയ്യണം, ഇങ്ങനെ ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്യണം. ആൽഫ അയൺ അഥവാ ഫെറൈറ്റ് ആണ്. ഓക്കെ, ആൽഫ അയൺ അഥവാ ഫെറൈറ്റ് ആണ് അത്രയും വരുന്ന ആൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു റീജിയൻ കാണിക്കാം. ഓക്കെ, അടുത്ത റീജിയൻ എന്താ, ഇത്രയും ഈ കാണുന്ന ഒരു വലിയൊരു റീജിയൻ ഉണ്ട് അല്ലേ, ഈ കാണുന്ന വലിയൊരു റീജിയൻ. അവിടുത്തെ നമ്മുടെ ഫോം എന്ന് പറഞ്ഞാൽ അത് ഓസ്റ്റനേറ്റ് ആണ്, അല്ലെങ്കിൽ ഗാമ അയൺ എന്ന് പറയും. ഗാമ അയൺ അഥവാ ഓസ്റ്റനേറ്റ്. ഓക്കെ, ഓസ്റ്റനേറ്റിൻ്റെ സ്പെല്ലിംഗ് നോക്കാം. AUSTENITE. ഓസ്റ്റനേറ്റ് ആണ്. ആ റീജിയനിൽ വരുന്ന ആൾ ഓസ്റ്റനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ആൽഫ അയൺ ഫെറൈറ്റ് അഥവാ ആൽഫ അയൺ അല്ലെങ്കിൽ ഫെറൈറ്റ് അല്ലെങ്കിൽ ആൽഫ ഫെറൈറ്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ റീജിയൻ ഗാമ അയൺ അഥവാ ഗാമ ഓസ്റ്റനേറ്റ് ആണ്. ഇനി പ്രധാനമായിട്ട് അടുത്തൊരു റീജിയൻ വരുന്നത് നോക്കാം, ഇതിനകത്താണ്. ഓക്കെ, ഇത്രയും കാണുന്ന ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു റീജിയൻ വരുന്നുണ്ട്. ആദ്യം ആൽഫ അയൺ വരച്ച പോലെ തന്നെ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പുള്ള റീജിയൻ വരുന്നുണ്ട്. അപ്പോൾ ഈ റീജിയൻ്റെ പേരാണ് ആൽഫയായി, ഗാമയായി, അടുത്ത് ഡെൽറ്റ അയൺ അഥവാ ഡെൽറ്റ ഫെറൈറ്റ് ആണ് ആ റീജിയനിലെ പേര്. ആ ഒരു അയൺ കാർബൺ കോമ്പൗണ്ട് അഥവാ അയൺ കാർബൺ സൊല്യൂഷൻ്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് ആൽഫ അയൺ അഥവാ ഡെൽറ്റ അയൺ അഥവാ ഡെൽറ്റ ഫെറൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട റീജിയൻ പറഞ്ഞു. ആൽഫ അയൺ അഥവാ ആൽഫ ഫെറൈറ്റ്, ഗാമ അയൺ അഥവാ ഓസ്റ്റനേറ്റ്, ഡെൽറ്റ അയൺ അഥവാ ഡെൽറ്റ ഫെറൈറ്റ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ 3 റീജിയൻ ഓർത്ത് വെക്കാൻ കഴിയണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം പരസ്പരം റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു പോയിൻ്റാണ്. നമ്മളിവിടെ നേരത്തെ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് 1539 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പോയിൻ്റിൽ അല്ലേ. അതായത് നമ്മുടെ വൈ ആക്സിസിലുള്ള ഏറ്റവും മേലുള്ള പോയിൻ്റാണ് 1539 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ലൈൻ എന്താണ്, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ 100% അവിടെ അയൺ ഉണ്ട് അല്ലേ, പ്യുവർ അയൺ ആണ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 0 വരുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ പ്യുവർ അയൺ ആണ്. ഇവിടെ ഇങ്ങോട്ട് പോകുന്തോറും അയണിലേക്ക് കാർബൺ ആഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിൻറ്റ് 1539 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്യുവർ അയൺ മെൽറ്റാവുന്ന പോയിൻ്റാണ് 1539 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അല്ലേ. എന്താണ് മെൽറ്റാവുമെന്ന് പറഞ്ഞാൽ സോളിഡ് അയൺ ചൂടായിട്ട് അവസാനം ലിക്വിഡ് അയൺ അതായത് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുന്ന ടെമ്പറേച്ചറാണ് അല്ലെങ്കിൽ പ്യുവർ അയണിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ് 1539 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യുവർ അയണിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ് 1539 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ പ്യുവർ അയണിൻ്റെ നോക്കാം. ആ പ്യുവർ അയൺ നമുക്കറിയാം, ഈ ലൈനാണ് പ്യുവർ അയൺ അല്ലേ. ഫസ്റ്റ് വരുന്ന ഈ ലൈന് മാത്രമേ പ്യുവർ അയൺ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും അയണിലേക്ക് കാർബൺ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അയൺ കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്തായിരിക്കും, അയൺ കാർബൺ കോമ്പൗണ്ട് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആ അയൺ കാർബണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അത് മനസ്സിലാക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ 1539 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയൺ കാർബൺ അലോയ് അല്ലെങ്കിൽ അയണിലും കാർബണിൻ്റെ അളവ് മാറുന്നതനുസരിച്ച് ആ 1539 പറയുന്ന ടെമ്പറേച്ചർ ഇങ്ങനെ വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വാരി ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തുള്ള ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബ്ലൂ ലൈനിൻ്റെ മേലേക്ക് വരുന്ന ഭാഗമൊക്കെ ലിക്വിഡ് സ്റ്റേറ്റ് അഥവാ മോൾട്ടൺ സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, ബ്ലൂ ലൈനിൻ്റെ മേലേക്ക് വരുന്ന ഭാഗമെല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, എന്താ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഏറ്റവും മേലെ വരച്ചുള്ള കർവിൻ്റെ മേലേക്ക് വരുന്ന ഭാഗമൊക്കെ എന്താണ്, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത് അല്ലേ. അയൺ കാർബൺ കോമ്പൗണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ നമ്മൾ പറഞ്ഞു 1539 ഡിഗ്രീസാണ് നമ്മുടെ പ്യുവർ അയണിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലേ. പിന്നെ അവിടെ കാർബൺ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ മെൽറ്റിംഗ് പോയിൻറ്റിൽ വ്യത്യാസം വരുന്നില്ല, ഇവിടെ കുറവും കൂടുതലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ല. ആദ്യം കുറേ കുറഞ്ഞു, പിന്നെ ഇവിടെ അങ്ങോട്ട് കൂടുന്നുമുണ്ട് അല്ലേ, കൂടുന്നുമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ ഒരു ലൈന് കണ്ടല്ലോ, ഇവിടെ നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, അതായത് ഈ ലൈനിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞതിൻ്റെ മേലേക്കുള്ളതൊക്കെ ലിക്വിഡാണ്. അപ്പോൾ ആ ലൈനിൻ്റെ പേരാണ് എന്താണ്, ലൈനിൻ്റെ പേര് ലിക്വിഡസ് ലൈനാണ്. ഓക്കെ, ആ ലൈനിൻ്റെ പേര് ലിക്വിഡസ് ലൈനാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മളിതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടി വരിക. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ച് പോയാൽ നമുക്കതെല്ലാം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ പേരാണ് ലിക്വിഡസ് ലൈൻ. ഓക്കെ, ലിക്വിഡസ് ലൈനാണ് അവിടെ കാണിച്ചുള്ളത്. പിന്നെ എന്ത് ചെയ്യും, നമുക്കറിയാം ഇവിടെ 1539 മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ 1492, അങ്ങനെ താഴോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞ് വരികയാണ് അല്ലേ. അതിനർത്ഥം ആ അയൺ കാർബൺ കോമ്പൗണ്ടിൻ്റെ ടെമ്പറേച്ചർ കുറയാറാണെങ്കിൽ കൂളിംഗ് ചെയ്യുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ കൂളിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മേലേക്ക് പോകുന്നതോറും അവിടെ ഹീറ്റിംഗ് ആണ് സംഭവിക്കുന്നത് അല്ലേ. അയൺ കാർബൺ ആയി ഹീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. ചൂടാക്കുന്ന സമയത്ത് അത് ഫൈനലി ചൂടായി മെൽറ്റ് ചെയ്ത് ഇവിടെ അങ്ങോട്ട് എന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ കാണിച്ച് മനസ്സിലാവുന്നതായിരിക്കും, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അവിടെ നമ്മളിപ്പോൾ ലിക്വിഡസ് ലൈൻ പറഞ്ഞു. ലിക്വിഡസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ലിക്വിഡസ് ലൈനിൻ്റെ മേലേക്ക് വരുന്ന ഈ പോർഷൻ മൊത്തം ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ലിക്വിഡസ് ലൈനിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്തായിരിക്കും, അത് ലിക്വിഡിൽ നിന്നും സോളിഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്, നമ്മൾ നേരത്തെ ഇവിടെ ആൽഫ എണ്ണെ കുറിച്ച് പറഞ്ഞു, ഗാമ എണ്ണെ കുറിച്ച് പറഞ്ഞു, ഡെൽറ്റ എണ്ണെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മൾ ലിക്വിഡസ് ലൈനും പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി നോക്കുക, ഞാൻ കാണിക്കുന്ന ഒരു പോയിൻ്റ് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു സ്റ്റേറ്റ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ. അത് അപ്പോൾ നമ്മൾ കളർ ചെയ്യാത്ത ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഏരിയ ഉണ്ട് അല്ലേ, ഇത്രയും വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ലിക്വിഡസ് ലൈനിൻ്റെ മേലേക്കുള്ള എല്ലാം ലിക്വിഡാണ് അല്ലേ. അപ്പോൾ ഈ ഗ്യാപ്പിൽ വരുന്ന ആൾ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ, ഈ സൈഡിൽ എന്താ ഉള്ളത്, ഇത് ഡെൽറ്റ അയണും ഈ സൈഡിൽ ലിക്വിഡാണുള്ളത്. അപ്പോൾ ആ ലിക്വിഡിൻ്റെയും ഡെൽറ്റ അയണിൻ്റെയും ഒരു മിക്സ്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഡെൽറ്റ അയണിൻ്റെയും ലിക്വിഡിൻ്റെയും മിക്സ്ചർ ആയിരിക്കും ഈ പറഞ്ഞ ഗ്യാപ്പിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ആ ഫിഗറിലവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ലിക്വിഡ് പ്ലസ് എന്താ ചെയ്യുക, അവിടെ ഡെൽറ്റ ആണ് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ലിക്വിഡ് പ്ലസ് ഡെൽറ്റ ആണ് അതിൻ്റെ ഗ്യാപ്പിൽ വരിക. ഇനി അതേപോലെ നോക്കുക, അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ മാർക്ക് ചെയ്ത്, അവിടെ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക പറയാൻ പറ്റുമോ. അതായത് മേലെ ഡെൽറ്റ അയൺ ഉണ്ട്, താഴെ ഗാമ അയൺ ഉണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൽ എന്താ വരിക, ഡെൽറ്റ അയണിൻ്റെയും ഗാമ അയണിൻ്റെയും മിക്സറാണ് ആ ഒരു ഗ്യാപ്പിൽ വരിക. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് കേട്ടോ, ഈ ഒരു ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡെൽറ്റ അയണിൻ്റെയും ഗാമ അയണിൻ്റെയും മിക്സറാണ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ പേപ്പറിൽ മുക്കിൽ വരയ്ക്കുമ്പോൾ അത് നമുക്ക് വലുതാക്കി വരയ്ക്കാൻ പറ്റും. ഇതിനകത്ത് അതിനെക്കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡെൽറ്റ പ്ലസ് ഗാമയാണ് ഇതിനകത്ത് വരിക. കാരണം ഇവിടെ ഗാമയുള്ളത്, ഇവിടെ ഡെൽറ്റ ഉള്ളത്. സോ ഡെൽറ്റേൻ്റെയും ഗാമേൻ്റെയും മിക്സറായിരിക്കും ആ ഗ്യാപ്പിലുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഉള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറയണമെന്ന് ചോദിക്കാം. അതായത് ഈ ഒരു ഗ്യാപ്പാണ്, ഈ ഒരു ഗ്യാപ്പ്. അത് നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ പറ്റും. മേലെ ലിക്വിഡും ഉണ്ട്, താഴെ ഗാമയുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മിക്സറായിരിക്കും ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ആലോചിച്ച് പറയാൻ പറ്റും ഏതൊക്കെയാണ്. അത്
ലിക്വിഡ് പ്ലസ് ഗാമ അല്ലേ, ലിക്വിഡ് പ്ലസ് ഗാമ അയനാണ് ആ ഒരു ഗ്യാപ്പിൽ വരുന്ന മിക്സറിന്, അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ വരുന്ന മിക്സർ എന്ന് പറഞ്ഞാൽ ഗാമ പ്ലസ് ലിക്വിഡ് അഥവാ ലിക്വിഡ് പ്ലസ് ഗാമയാണ് ആ റീജിയനിൽ വരുന്ന മിക്സർ. ഇനി അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ളൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ എന്തായിരിക്കും നമ്മൾ ഓർത്ത് പറയണം, അല്ലെങ്കിൽ ആലോചിച്ച് പറയണം. അതായത് മേലെ ലിക്വിഡും ഉണ്ട്, സൈഡിൽ സിമെൻറ്റേറ്റും ഉണ്ട്. പറയാൻ പറ്റും എന്തായിരിക്കും ഇവിടെ വരിക, ലിക്വിഡ് പ്ലസ് സിമെൻറ്റേറ്റ് അഥവാ Fe3C ആണ് നമ്മുടെ ആ ഒരു റീജിയനിൽ വരുന്ന മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം മേലെ ലിക്വിഡ് ഉണ്ട്, നമ്മൾ 3 മാത്രം പഠിച്ചാൽ മതി. ആൽഫ അയേണ്ട സ്ഥാനം, ഗാമ അയേണ്ട സ്ഥാനം, ഡെൽറ്റ അയേണ്ട സ്ഥാനം, ആ 3 അറിയാമെങ്കിൽ, അതുപോലെ ലിക്വിഡും അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ലിക്വിഡ് പ്ലസ് ഡെൽറ്റ വരും. കാരണം അപ്പുറം ഡെൽറ്റ അപ്പുറം ലിക്വിഡ്. നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഈ ഒരു റീജിയൻ വരുന്നുണ്ട്. ഇവിടെയുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കി പറയാൻ പറ്റും. ഇവിടെ ഗാമ ഉണ്ട്, ഇവിടെ സിമെൻറ്റേറ്റും ഉണ്ട്. അപ്പോൾ ഗാമ പ്ലസ് സിമെൻറ്റേറ്റ് ആയിരിക്കും ഈ ഒരു റീജിയനിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതൊന്നും നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട, നമുക്കിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഇതൊക്കെ എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതാ ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ. അവിടെ എന്തായിരിക്കും വരിക, ആൽഫ അയൺ സൈഡിലുണ്ട്, മേലെ ഗാമ അയൺ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആൽഫ പ്ലസ് ഗാമയായിരിക്കും ആ ഒരു ഗ്യാപ്പിൽ വരുന്നുണ്ടായിരിക്കാം. അതേപോലെ ലാസ്റ്റ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു ഗ്യാപ്പാണ്, ഈ ഒരു റീജിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീജിയനിൽ വരുന്നത് ആലോചിച്ച് പറയാൻ പറ്റണം. ഇവിടെ ഡെൽറ്റ ഉണ്ട്, ഇവിടെ സിമെൻറ്റേറ്റും ഉണ്ട് അല്ല, ഇവിടെ സിമെൻറ്റേറ്റും ഉണ്ട്. അപ്പോൾ ഡെൽറ്റ അല്ല, ആൽഫ പ്ലസ് സിമെൻറ്റേറ്റ് ആണ് നമുക്ക് ഏറ്റവും താഴെ വരുന്ന ആ റീജിയനിൽ ഉണ്ടാകുന്ന മിക്സറിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ നമുക്ക് വരച്ച് മാർക്ക് ചെയ്യാനുണ്ടായിരിക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിലൊരു കാര്യം കൂടി പറയാൻ വിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ലിക്വിഡസ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലിക്വിഡസ് ലൈന് പോലെ തന്നെ ഒരു സോളിഡസ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ മാർക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് പോയിൻ്റ് 1539 പോയിൻ്റാണ്. അതിങ്ങനെ പോയി നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ പോയിൻ്റ് 0.18 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലേ, ഇവിടുത്തെ രണ്ടാമത്തെ പോയിൻ്റ് 0.18 ആണ്. അതിലേ പോയി ഇതിലേ വന്ന് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നിട്ട് നോക്കുക, ഞാൻ കുറച്ച് ഡാർക്കായിട്ട് കാണിക്കാം, ബ്ലാക്കിൽ കാണിക്കാം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ 1539 ഇങ്ങനെ വന്ന് പിന്നെ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോയി ഇങ്ങനെ പോയി. ഇതാണ് നമ്മുടെ സോളിഡസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡസ് ലൈനാണ്. നേരത്തെ ലിക്വിഡസ് ലൈൻ പറഞ്ഞ പോലെ തന്നെ സോളിഡസ് ലൈൻ. അതായത് നമ്മൾ പറഞ്ഞ ലിക്വിഡസ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിൻ്റെ മേലേക്കുള്ള എല്ലാം ലിക്വിഡ് ആയിരിക്കും, താഴേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ലിക്വിഡ് മാറി സോളിഡ് ആവുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അതേപോലെ സോളിഡസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതാണ് നമ്മൾ സോളിഡസ് ലൈൻ എന്ന് പറയുന്നത്, ആ ബ്ലാക്കിൽ കാണിച്ചുള്ളത്. അതായത് ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ മൊത്തം എന്തായിരിക്കും, അവിടുത്തെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സോളിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീജിയൻ വരുന്നുണ്ടല്ലേ. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് കാണുന്ന ഈ റീജിയൻ അല്ലേ, ഇത്രയും വരുന്ന ഒരു റീജിയൻ ഉണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, മേലെ ലിക്വിഡ് താഴെ സോളിഡ്. അതായത് നമ്മൾ പറഞ്ഞ ലിക്വിഡ് സോളിഡ് ആവുന്ന ആ ഒരു സ്റ്റേജ്, അതായത് ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും ഒരു മിക്സറായിരിക്കും ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്തുള്ള റോസ് കളറിൽ റെഡ് കളറിൽ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും ഒരു മിക്സറായിരിക്കും ആ ഒരു റീജിയൻ ഉണ്ടായിരിക്കുക. ആ ബ്ലാക്ക് ലൈൻ്റെ താഴേക്ക് പൂർണ്ണമായിട്ടും സോളിഡും പിന്നെ ലിക്വിഡസ് ലൈൻ്റെ ബ്ലൂ ലൈൻ്റെ മേലേക്ക് പൂർണ്ണമായിട്ടും ലിക്വിഡുമായിരിക്കും. അതിനിടയ്ക്ക് വരുന്ന ആളെന്തായിരിക്കും, ലിക്വിഡ് പ്ലസ് സോൾഡ് എന്ന് പറയുന്ന ഒരു മിക്സറായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ച് ഓർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഡെൽറ്റ ആണ്, ആൽഫ ആണ്, പിന്നെ ഗാമ ആണ്, പിന്നെ ഡെൽറ്റ ആണ്. ഇവിടെ എല്ലാം ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡ് കാണിച്ചിട്ടുണ്ട്. ലിക്വിഡ്
ഇവിടെ ഡെൽറ്റ പ്ലസ് ലിക്വിഡ്, ഇവിടെ ഗാമ പ്ലസ് ലിക്വിഡ്, ഇവിടെ ആൽഫ പ്ലസ് ഗാമ, പിന്നെ ഇവിടെ ഗാമ പ്ലസ് Fe3C, പിന്നെ ഇവിടെ ആൽഫ പ്ലസ് Fe3C. അതിൽ നമ്മൾ ശരിക്കും ഏതൊക്കെയാണ് ബൈ ഹാർട്ട് പഠിക്കേണ്ടത്? ആൽഫ അയണിൻ്റെ സ്ഥാനം, ഗാമ അയണിൻ്റെ സ്ഥാനം, ഡെൽറ്റ അയണിൻ്റെ സ്ഥാനം, ലിക്വിഡിൻ്റെ സ്ഥാനം. ഇതറിയാമെങ്കിൽ നമുക്ക് അല്ലേ ഇവരുടെ മിക്സ്ചർ കണ്ടോ, ഗാമ പ്ലസ് ലിക്വിഡ്, പിന്നെ ഇവരുടെ മിക്സ്ചർ ഡെൽറ്റ പ്ലസ് ലിക്വിഡ്, പിന്നെ ഇവരുടെ മിക്സ്ചർ ഡെൽറ്റ പ്ലസ് കണ്ടോ ഗ്യാപ്പിൽ ഡെൽറ്റ പ്ലസ് ഗാമ. പിന്നെ ഈ മിക്സ്ചർ എങ്ങനെ ഉണ്ടായി? ഈ ഡെൽറ്റയും ഈ ഗാമയും ചേർന്നിട്ട്. പിന്നെ ഗാമ പ്ലസ് Fe3C എങ്ങനെ ഉണ്ടായി? ഈ ഗാമയും ഈ Fe3C ചേർന്നിട്ട്. പിന്നെ ആൽഫ പ്ലസ് Fe3C എങ്ങനെ ഉണ്ടായി? ഈ ആൽഫയും ഈ Fe3Cയും ചേർന്നിട്ട്. പിന്നെ ലിക്വിഡ് പ്ലസ് Fe3C എങ്ങനെ ഉണ്ടായി? ഈ ലിക്വിഡും ഈ Fe3Cയും ചേർന്നിട്ട്. അപ്പോൾ അതേപോലെ ഗാമ പ്ലസ് ലിക്വിഡ് പറഞ്ഞാൽ ഈ ലിക്വിഡും ഈ ഗാമയും ചേർന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ മതി, എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരച്ച് മാർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്കിതിൽ ഇനിയൊരു 3 റിയാക്ഷനെ കുറിച്ചും കൂടി പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടി പഠിച്ചാൽ നമ്മുടെ ഈ ഒരു അയൺ കാർബൺ ഡയഗ്രം പൂർണ്ണമായി. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് 3 പോയിൻറ്റ്സാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അതായത് 0.18ഉം 4.3ഉം 0.8. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. നമുക്കിനി പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു പോയിൻ്റില്ലേ 0.18ൻ്റെ ആ ഒരു പോയിൻ്റ്, അതേപോലെ 4.3ൻ്റെ ഒരു പോയിൻ്റില്ലേ, അല്ല ഈ ഒരു പോയിൻ്റ് 4.3 എന്ന് പറയുന്ന പോയിൻ്റ്. ഓക്കെ, അതേപോലെ നമ്മുടെ 0.8ൻ്റെ ഒരു പോയിൻ്റില്ലേ, 0.8ൻ്റെ പോയിൻ്റ്. ഈ 3 പോയിൻറ്റിലാണ് ആ ഒരു 3 റിയാക്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ റിയാക്ഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ ഒരു 3 പോയിൻറ്റിലാണ്. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ഈ ഒരു ഫസ്റ്റത്തെ നോക്കുക കേട്ടോ, നമ്മളതിനെ പെരിടെക്റ്റിക് റിയാക്ഷൻ എന്നാണ് പറയാം. അതായത് അറ്റ് ടെമ്പറേച്ചർ റേഞ്ച്, അതായത് അറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റ്, അതായത് നമുക്കറിയാം ടെമ്പറേച്ചർ എത്രയാണ്, അതൊന്നും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. അതൊക്കെ നമ്മൾ ആദ്യം വരച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ആ ടെമ്പറേച്ചർ ഈ ഒരു പോയിൻ്റ് മാത്രം ഓർത്തിച്ചാൽ മതി, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഈ പോയിൻറ്റും എന്നുള്ളത് നമുക്ക് ആ പോയിൻ്റ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ആ ടെമ്പറേച്ചർ എത്രയായിരുന്നു നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റും, 1492 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ എത്രയാണ് അവിടെ കാണിച്ചിട്ടുണ്ട്, 0.18 ആണ് അല്ലേ, 0.18% ഓഫ് കാർബൺ. അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതായത് ആ ഏരോ മാർക്കിനെ നോക്കാം കേട്ടോ. ഏരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഇവിടെ താഴേക്കാണ് വരുന്നത് അല്ലേ. അതായത് നോക്കുക എവിടെയാണ് തുടങ്ങുന്നത്, അതായത് ഈ റീജിയനിൽ എന്താ ഉള്ളത് അത് നോക്കിയാൽ മതി. ഈ റീജിയനിൽ എന്താ ഉള്ളത്, ഡെൽറ്റ പ്ലസ് ലിക്വിഡാണ്, അല്ലെങ്കിൽ ലിക്വിഡ് പ്ലസ് ഡെൽറ്റയാണുള്ളത് അല്ലേ. ആ ലിക്വിഡ് പ്ലസ് ഡെൽറ്റ എന്തായിട്ട് മാറുന്നു, നമുക്കറിയാം താഴോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയാണ്. അതായത് എന്താ സംഭവിക്കുന്നത്, അവിടെ കൂളിംഗ് ആണ് നടക്കുന്നത്. നേരെ തിരിച്ചാണെങ്കിലോ മേലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ്, അവിടെ ഹീറ്റിംഗ് ആണ് നടക്കുന്നത് അല്ലേ. ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ലിക്വിഡ് പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് കൂളിംഗ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതെന്തായിട്ട് മാറുന്നു, അത് ഗാമ അയേണായിട്ട് മാറുന്നു അല്ലേ. ലിക്വിഡ് പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് കൂളിംഗ് ചെയ്യുമ്പോൾ ഗാമ അയൺ അഥവാ ഓസ്റ്റനൈറ്റ് ആയിട്ടാണ് മാറുന്നത്. നേരെ തിരിച്ചാണെങ്കിലോ ഓസ്റ്റനൈറ്റ് അഥവാ ഗാമ അയൺ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ടെമ്പറേച്ചർ റേഞ്ചിലും ആ പെർസെൻറ്റേജ് ഓഫ് കാർബണിലും എന്താ സംഭവിക്കുന്നത്, ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലേ ഗാമ എന്തായിട്ട് മാറുന്നു, തിരിച്ച് ലിക്വിഡ് പ്ലസ് ഡെൽറ്റ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേരാണ് എഴുതി വെക്കുക, പെരിടെക്റ്റിക് റിയാക്ഷൻ. ഓക്കെ, പെരിടെക്റ്റിക് റിയാക്ഷനാണ് ആ റിയാക്ഷൻ്റെ പേര്. ഒന്നുമില്ല, ആ ടെമ്പറേച്ചർ റേഞ്ചും പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഓർത്ത് വെക്കുക. ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ നോക്കിയാൽ പറയാൻ പറ്റും. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ലിക്വിഡ് പ്ലസ് ഡെൽറ്റ എന്തായിട്ട് മാറുന്നു, ഗാമ ആയിട്ട് മാറുന്നു. എപ്പോഴാണ് മാറുന്നത്, കൂളിംഗ് ചെയ്യുമ്പോൾ. ഇവിടെ ഇപ്പോൾ മേലെ എന്ത് ചെയ്യുക, ഇവിടെ കൂളിംഗ് എഴുതി വെക്കുക. കൂളിംഗ് ചെയ്യുമ്പോൾ ഗാമ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറുന്നു. നേരെ തിരിച്ചാണെങ്കിലോ ഇവിടെ താഴെ ഹീറ്റിംഗ്, ആ ആരോ മാർക്കിൻ്റെ താഴെ ഹീറ്റിംഗ് എഴുതി വെക്കുക. ഗാമ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് പ്ലസ് ഡെൽറ്റ ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേരാണ് പെരിടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കിനി 2 റിയാക്ഷൻസ് കൂടി ഉണ്ട്. എളുപ്പമാണ്. ഇത്രയും സിമ്പിൾ, ഇതേപോലെ തന്നെയാണ്, സിമ്പിൾ തന്നെയാണ്. നമുക്ക് അതിൻ്റെ പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റ് എത്രയാണ് വരുന്നത് ഇവിടെ നോക്കാം കേട്ടോ. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ച് ഓൾറെഡി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിയാക്ഷൻ. അത് യൂടെക്റ്റിക് റിയാക്ഷനാണ്. യൂടെക്റ്റിക്. അപ്പോൾ നോക്കുക, ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത് അല്ലേ? പോയിൻ്റ് നോക്കി മനസ്സിലാവും. 1147 കാർബൺ എത്രയാണ്? 4.3 ആണ്. മറ്റ് 1147 ഡിഗ്രി സെൽഷ്യസ്, 4.3% ഓഫ് കാർബൺ. അത് നോക്കിയാൽ പറയാൻ പറ്റും എന്താ ഇവിടെ സംഭവിക്കുന്നത്. മേലുള്ള എന്താണ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്, എങ്ങോട്ടാണ് വരുന്നത് അല്ലെ? എന്ത് സംഭവിക്കുന്നത്? മേലെ ലിക്വിഡ് ഉണ്ട് അല്ലേ? ലിക്വിഡ് കൂൾ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു? ഗാമ പ്ലസ് സിമെൻ്റായിട്ട് അല്ലേ? ഓഷനൈറ്റ് പ്ലസ് സിമെൻ്റായിട്ട് ഗാമ പ്ലസ് Fe3C ആയിട്ട് മാറുന്നു അല്ലേ? Fe3C ആയിട്ട് മാറുന്നു. അതേപോലെ ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഗാമ പ്ലസ് Fe3C എന്തായിട്ട് മാറുന്നത്? നേരെ ലിക്വിഡായിട്ടാണ് മാറുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഇവിടെ കൂളിംഗ് എഴുതുക, മേലെ കൂളിംഗ് എഴുതുക, താഴെ ഹീറ്റിംഗ് എഴുതുക. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേരാണ് യൂടെക്റ്റിക് റിയാക്ഷൻ. യൂടെക്റ്റിക് റിയാക്ഷനാണ് ഈ റിയാക്ഷൻ്റെ പേര്. നമ്മൾ പെരിട്ടറ്റിക് റിയാക്ഷനും പറഞ്ഞു, യൂടെക്റ്റിക് റിയാക്ഷനും പറഞ്ഞു. ഇനി മൂന്നാമത്തെയാണ് യൂടെക്ടോയിഡ് റിയാക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് നോക്കുക, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ്. 8% കാർബണും 727 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും. അപ്പോൾ അറ്റ് 727 ഡിഗ്രി സെൽഷ്യസ് 0.8% ഓഫ് കാർബൺ. എന്താ സംഭവിക്കുന്നത് നോക്കുക, എറോ മാർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗാമ അയൺ എന്തായിട്ട് മാറുന്നു? ആൽഫ പ്ലസ് Fe3C ആയിട്ട് മാറുന്നു അല്ലേ? എപ്പോൾ കൂൾ ചെയ്യുമ്പോൾ ഗാമ അയൺ കൂൾ ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് Fe3C ആയിട്ട് മാറുന്നു. അതേപോലെ ആൽഫ പ്ലസ് Fe3C ഹീറ്റ് ചെയ്യുമ്പോൾ മേലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറുന്നു അല്ലേ? ഗാമയായിട്ട് മാറുന്നു. ഇവിടെ ഹീറ്റിങ്, മേലെ കൂളിംഗ്. ഈ റിയാക്ഷൻ്റെ പേരാണ് യൂടെക്ടോയിഡ്. ഇത് സ്പെല്ലിംഗ് മാറണ്ട. ഇത് യൂടെക്ടോയിഡ് റിയാക്ഷനും രണ്ടാമത് പറഞ്ഞ യൂടെക്റ്റിക് റിയാക്ഷനും ആദ്യം പറഞ്ഞ പെരിടെക്റ്റിക് റിയാക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിലാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ 3 റിയാക്ഷനെ കുറിച്ച് നിങ്ങൾ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എഴുതി വെക്കണം. വലിയ കാര്യങ്ങളൊന്നുമല്ല, നമുക്കിതെല്ലാം മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയറായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു വെച്ചാൽ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ റിയാക്ഷൻസ് ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. പെരിടെക്റ്റിക് റിയാക്ഷന് പറഞ്ഞ ടെമ്പറേച്ചറും കാർബൺ പെർസെൻറ്റേജ് മാറുന്നതായിരിക്കും. ഡെൽറ്റ പ്ലസ് ലിക്വിഡ് ഗാമയായിട്ട് മാറി കൂൾ ചെയ്യുമ്പോഴും ഹീറ്റ് ചെയ്യും. നിങ്ങൾ ഈ രീതിയിലാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കൂളിങ്ങും ഹീറ്റിങ്ങും കാണിച്ചിട്ടുണ്ടല്ലേ? ആരോ മാർക്ക് ഫുള്ളായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം പകുതി കാണിക്കുക നിങ്ങൾ ഇങ്ങനെ. അപ്പോൾ മേലെ കൂളിങ്ങും താഴെ ഹീറ്റിങ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു പേരൊക്കെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഈ ലിക്വിഡ് കൂൾ ചെയ്യുന്ന സമയത്ത് ഗാമ പ്ലസ് Fe3C ആവുന്ന അതിൻ്റെ പേര് ലെഡബുറൈറ്റ് എന്നാണ്. വേണമെങ്കിൽ അതും കൂടി ഓർത്ത് വെക്കാം കേട്ടോ. അതേപോലെ ഗാമ കൂൾ ചെയ്യുന്ന സമയത്ത് ആൽഫ പ്ലസ് സിമെൻ്റായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ പേര് പെർലൈറ്റ് ആണ്. വേണമെങ്കിൽ അതും ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ആയാലും നമ്മുടെ ആ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം പൂർത്തീകരിക്കാൻ സാധിക്കും. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് കാണിച്ചപ്പം ഇവിടെ 0.8 കാണിച്ചിട്ടുണ്ട്, പിന്നെ 2.1 ഉണ്ട്, 4.3 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ് ടു 2.1 വരെ പെർസെൻറ്റേജ് റേഞ്ചിനെ നമ്മൾ അയൺ കാർബൺ അലോയ്ക്കകത്ത് അപ് ടു 2.1 വരെ കാർബൺ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ അത് അലോയ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റീലാണ്. ഓക്കെ, അത് സ്റ്റീലാണ്. അതേപോലെ തന്നെ അയൺ കാർബൺ അലോയ്ക്കകത്ത് 2.1 തൊട്ട് 6.61 വരെ വരുന്ന പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അത് കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, ഈ റേഞ്ച് ഇത് കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരുന്നത് സ്റ്റീലും അതിന് ശേഷം വരുന്ന ഇത്രയും വരുന്നത് കാസ്റ്റ് അയണുമാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് നന്നായിരിക്കും. പിന്നെ അതിൽ തന്നെ നമ്മളൊരു പോയിൻ്റ് ഇവിടെ 0.8 മാർക്ക് ചെയ്തിട്ടുണ്ട്, 4.3 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0.8%
കാർബൺ ആണെങ്കിൽ നമ്മളതിനെ നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ വരുന്ന പേര് തന്നെയാണ്. അതായത് യൂട്ടക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു പോയിന്റിലാണ് യൂട്ടക്ടോയിഡ് റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ ഈ 4.3 യൂട്ടക്റ്റിക് റിയാക്ഷൻ നടക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഓർത്ത് വെക്കാം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അയൺ കാർബൺ അലോയ്ക്കകത്ത് 0.8% കാർബൺ ആണ്, അതിൻ്റെ പേര് യൂട്ടക്ടോയിഡ് സ്റ്റീൽ എന്നാണ്. യൂട്ടക്ടോയിഡ് സ്റ്റീലാണ്. ഓക്കെ, യൂട്ടക്ടോയിഡ് സ്റ്റീലാണ്. അതേപോലെ അയൺ കാർബൺ അലോയ്ക്കകത്ത് ഈ ലൈൻ 4.3% കാർബൺ ആണെങ്കിൽ അതിൻ്റെ പേര് അത് യൂട്ടക്റ്റിക് കാസ്റ്റേനാണ്. ഓക്കെ, 4.3 ആണെങ്കിൽ യൂട്ടക്റ്റിക് കാസ്റ്റേനും 0.8 ആണെങ്കിൽ യൂട്ടക്ടോയിഡ് സ്റ്റീലുമാണ്. അതേപോലെ 0.8% കുറവാണെങ്കിൽ അതിനെ ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീലെന്നും 0.8-ൻ്റെയും 2.1-നും ഇടയ്ക്കാണെങ്കിൽ അതിനെ ഹൈപ്പർ യൂട്ടക്ടോയിഡ് സ്റ്റീൽ എന്നും വിളിക്കും. ഹൈപ്പോയും ഹൈപ്പറും. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ 0.8 കുറവാണെങ്കിൽ, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ 0.8 കൂടുതലാണെങ്കിൽ. അതേപോലെ തന്നെ കാസ്റ്റേണിലാണെങ്കിൽ ഈ 4.3 വരെ വരുന്ന ഈ റേഞ്ച് 2.1-നും 4.3-ക്കും ഇടയ്ക്ക് വരാണെങ്കിൽ, അതായത് 4.3 കുറവാണെങ്കിൽ ഹൈപ്പോ യൂട്ടക്റ്റിക് കാസ്റ്റേണും 4.3 കൂടുതൽ വരുന്ന ഈ റേഞ്ച് ഹൈപ്പർ യൂട്ടക്റ്റിക് കാസ്റ്റേണാണ്. ഓക്കെ, രണ്ടിലും ഹൈപ്പോയും ഹൈപ്പറും വരുന്നുണ്ട്. അപ്പോൾ യൂട്ടക്ടോയിഡ് എന്ന് പറഞ്ഞാൽ 0.8, യൂട്ടക്റ്റിക് എന്ന് പറഞ്ഞാൽ 4.3% കാസ്റ്റേണും മറ്റത് സ്റ്റീലുമാണ്. 0.8 കുറവാണെങ്കിൽ ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീലും, 0.8 കൂടുതലാണെങ്കിൽ ഹൈപ്പർ യൂട്ടക്ടോയിഡ് സ്റ്റീലും. 4.3 കുറവാണെങ്കിൽ ഹൈപ്പോ യൂട്ടക്റ്റിക് കാസ്റ്റേണും, 4.3 കൂടുതലാണെങ്കിൽ ഹൈപ്പർ യൂട്ടക്റ്റിക് കാസ്റ്റേണാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയത്തിൽ മാർക്ക് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഏകദേശം 1 മണിക്കൂറിനെ കൊണ്ട് നമ്മൾ അയൺ കാർബൺ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഒരു 2 തവണയെങ്കിലും വരച്ച് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ നിങ്ങളുടെ മനസ്സിലത് പൂർണ്ണമായിട്ടും പതിയുന്നതാണ്. പിന്നെ ഈ റിയാക്ഷൻ്റെ കാര്യം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നും കാണാപ്പാടം പഠിക്കേണ്ടതെല്ലാം ജസ്റ്റ് എവിടേക്കാന്നുള്ള പോയിൻറ്റ്സ് മാത്രം കിട്ടിയാൽ മതിയില്ല. ഈ പോയിൻറ്റും മാത്രം കിട്ടിയാൽ നമുക്ക് ശരിക്കും റിയാക്ഷൻസ് എഴുതാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അല്ലേ. ആൽഫ പ്ലസ് ഡെൽറ്റ എന്തായി മാറുന്നു? ഗാമയായിട്ട് മാറുന്നു. ഗാമ എന്തായി മാറുന്നു? ആൽഫ പ്ലസ് സിമൻ്റായിട്ട് മാറുന്നു. ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഗാമ പ്ലസ് സിമൻ്റായിട്ട് മാറുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ എഴുതാൻ പ്രത്യേകിച്ച് വേറെ ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫീഡ്ബാക്ക് എല്ലാം ക്ലാസ് കണ്ടിട്ട് അറിയിക്കാം. നമുക്കിതിൻ്റെ പെയ്ഡ് കോഴ്സുകളൊക്കെ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പെയ്ഡ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ വളരെ കുറഞ്ഞ ഫീല് നമ്മുടെ ഡിപ്ലോമ ലെവലുള്ള മെക്കാനിക്കലിൻ്റെ എല്ലാ പേപ്പറുകളും പെയ്ഡ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.